ലിബിനെ അങ്ങനെ റൂമിൽ ഇന്നലെ രാത്രി കൊണ്ടുവന്നു. ഇപ്പം ഭയങ്കര ഇത്ര നേരം പെയിൻ ഇല്ലായിരുന്നു, ഇപ്പം ഭയങ്കര പെയിനാണ്. അതായത് കൈ ഇതവിടുന്ന് ബ്ലഡ്, അത് എന്നാ സാറേ മോശം പെട്ടിലാണ് സാറേ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് കയ്യിൽ കെട്ടിക്കിടക്കുന്ന ബ്ലഡ് പോകാൻ വേണ്ടി ട്യൂബ് ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല, ഇപ്പൊ രാവിലെ ഇതേപോലെ ഇവന് വേദന വന്നു. രാവിലെ ഞങ്ങൾ ഇവന് വേദന കരഞ്ഞു 4 മണിക്കായപ്പോ സെയിം വേദന വന്നു. അപ്പൊ ഇഞ്ചക്ഷൻ ഇതൊക്കെ കൊടുത്തു, ട്രിപ്പൊക്കെ ഇട്ടപ്പോ വേദന കുറഞ്ഞു. അതിന്റെ ഡോസിലാണ് ഇത്ര നേരം പിടിച്ചു നിന്നത്. പിന്നെ ഓക്കെ ആയ പോലെ തോന്നി ഞങ്ങൾക്ക്. അങ്ങനെ എഴുന്നേറ്റ് നടന്നു. ഡോക്ടറും പറഞ്ഞു നടന്നോളാൻ പറഞ്ഞു. അപ്പൊ ഈ ബ്ലഡ് ഉള്ള സാധനമൊക്കെ മോളിൽ കയറ്റി വെച്ചിട്ടാണ് നടക്കുന്നത്. ഇപ്പം അത്രയും നേരം ബ്ലഡ് ഒന്നും ഒഴുകുന്നില്ലായിരുന്നു. ഇതല്ല സാർ അത് അതെന്നത് ബ്ലഡ് ഇതിനകത്ത് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ മോശം ബ്ലഡ് കോട്ടിങ് ആവാൻ ചാൻസ് ഉണ്ട്. ആ കോട്ടിങ് ആവുന്ന ബ്ലഡ് പുറത്തേക്ക് പോകണം, അല്ലെങ്കിൽ വീണ്ടും ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. അതിന് വേണ്ടിയുള്ളതാണ് ഇപ്പൊ ഇരിക്കുന്നത്. ഇതാ അപ്പനെ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല, ഇപ്പം കൊണ്ടുവരുന്നല്ലോ കൊണ്ടുവരാൻ പോകുന്ന വിളിച്ചു അല്ലേ. അപ്പനെ ICU ഇപ്പൊ റൂമിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞേ. ലിബിയുടെ ഇവിടുന്ന് പിന്നെ ഒരു ബ്ലഡ് മോശം ബ്ലഡ് ഇതേപോലെ വന്ന് ഇതേപോലെ ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇത്ര നേരം പോകുന്നുണ്ടായിരുന്നോ? എവിടെയാ കട്ട് ചെയ്തേക്കുന്നത്? ഇവിടുന്ന് പുറവശത്ത് ഇവിടെ മുതൽ ഇവിടെ മുട്ടിന്റെ ഇവിടം വരെ ഓപ്പൺ ചെയ്തിട്ടാണ് ഞരമ്പുകൾക്ക് ഇതൊന്നുമില്ല, പൊട്ടലൊന്നുമില്ല. ഞരമ്പുകൾക്ക് ചെറിയ ചതവ് മാത്രമേ ഉള്ളൂ. കാരണം റിക്കവർ ചെയ്യാനായിട്ട് ചാൻസ് കൂടുതലാണ്. ഞരമ്പുകൾക്ക് പൊട്ടലുണ്ടെങ്കിൽ നമുക്ക് അത് ഇത്തിരി റിസ്ക് ആയിരുന്നു. എല്ലൊടിഞ്ഞ് കുത്തി കയറല്ലായിരുന്നു, അങ്ങനെയായിരുന്നു. അവന്റെ എല്ലിങ്ങനെ ഇങ്ങനെ ഇരിക്കണ്ടായിരുന്നേ ഒടിഞ്ഞിട്ട്. എക്സ്റേ എന്ത് കൊണ്ടുവന്നപ്പോ 2 വിരൽ അനങ്ങുന്നില്ലായിരുന്നു. ഇപ്പം വിരലൊക്കെ അനങ്ങുന്നുണ്ട്. ഈ ചൂണ്ടുവിരലിന് ഇച്ചിരി ബലക്കുറവുണ്ട്. ലിബിനാണ് ഞങ്ങളുടെ കൂട്ടത്തില് അപകടത്തിൽ ഏറ്റവും കൂടുതൽ പറ്റിയത്. കാരണം ലിബിൻ്റെയാണ് കൈ ഒടിഞ്ഞ് ഞരമ്പിന് കൊണ്ടുപോയി. ഭയങ്കര വേദനയാണ്. ഈ വിരലായിട്ട് കണക്ട് ചെയ്യുന്ന ഞരമ്പാ, അതുകൊണ്ട് ആ ഞരമ്പ് റിപ്പയർ ചെയ്തെടുത്തിരിക്കുക വിരലരങ്ങാണ്ടാവും. എൻ്റെ എനിക്ക് മൈക്കിൾ കാണിക്കുന്ന നോക്കി അതിൻ്റെ ഇടയ്ക്ക് കൂടെ പോവാം. മൈക്കിളെങ്ങ് വാടാ. അതിനകത്ത് ഗൈസ് ഇവിടെ നമുക്ക് ഫുഡൊക്കെ കറക്റ്റ് നമ്മളിവിടെ കൊണ്ടുവച്ചിട്ടുണ്ടോ. ഞങ്ങളൊക്കെ കഴിച്ചു, മമ്മി മാത്രം കഴിക്കാണ്ടായിരുന്നു. മമ്മി കഴിക്കുവാണ്. പ്രായത്തിന് മൈക്കിളൊന്നും പറ്റില്ല, അതൊരു ദൈവാനം. ഇവളുടെ ആകെ ഇവര് സീറ്റ് ബെൽറ്റ്, ഇവളും ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. ഇതുണ്ടോ ഇത്രയും ഭാഗത്ത് സീറ്റ് ബെൽറ്റിന്റെ ഒരു ഇത് വന്നു. ഇവരും പിന്നെ ബേക്കിൽ ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ബേക്കിൽ നിന്ന് പോകുന്നു. അതിനാ സാറേ ഓ ഇതാ ഏതാ ഇതിങ്ങനെയല്ലായിരുന്നു, ഇങ്ങനെയാണ് വരുന്നത് എക്സ്റേ. അതേരാ ഈ പൂർത്തുക്കുന്ന സാധനം ഇതിക്ക് കുത്തിക്കേറി ഇവിടെയുള്ള ഞരമ്പുകൾക്ക് ഫ്രാക്ചർ ആവുന്നു. സൈഡ് തന്നെ കാരണം ഇപ്പുറത്തെ സൈഡിലല്ലേ വലത് കൈ ഇടത് കൈയാണ്. ഡോക്ടർ അങ്ങനെ എഴുത്ത് കണ്ടോ? സ്കിംസ് എന്നുള്ള എഴുത്ത് കുത്തിക്കേറി ഇവിടുത്തെ വന്ന് അങ്ങനെ പറ്റിയത്. ഇവരിപ്പം കുറച്ച് കഴിയുമ്പോൾ സാറ് ഇപ്പം ഞാൻ വണ്ടി എടുത്തിട്ട് പോകട്ടോ. വണ്ടി മൊത്തം പോയെന്നാ പറഞ്ഞല്ലേ സാറേ? വണ്ടീനും കൊള്ളൂല്ലോ. ടോട്ടലോളം ഫ്രണ്ടില് ചേസ് ബെൻഡ് ആയിട്ടുണ്ട്. അതുപോലെ എഞ്ചിന് പിന്നെ ഇക്കയും പറഞ്ഞല്ലോ അത് ലോസാന്ന് പറഞ്ഞല്ലോ, ടോട്ടൽ ലോസാന്ന് പറഞ്ഞു. ഇക്ക വണ്ടീനെ പറ്റി അത്യാവശ്യം അറിയുന്ന ആൾക്കാരെ സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. കൂടി ഇപ്പൊ പെയിൻ കില്ലർ തരാന്നാട്ടോ പറഞ്ഞേ. ലിപിക്ക് കൂടിയോടാ കുത്തിപ്പറിക്കുവാ കൈസ്. ഇത്ര നേരം വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇവ കിടന്നപ്പോഴാണ് വേദന കൂടിയത് കേട്ടോ. വരുന്നുണ്ടോ? കുത്തി വെക്കാനായിട്ട് വരുന്നുണ്ട്. എനിക്ക് പിന്നെ ഒരു സൈഡിനാണ് കിട്ടിയ. എനിക്കങ്ങനെ ഈ ഇതിലൊന്നും അങ്ങനെ പ്രത്യേകിച്ചൊരു എന്താ പറയുക സ്കാനിലോ CTCCയിലോ ഒന്നൊരു കുഴപ്പമില്ല. എനിക്ക് ഇരുന്നിട്ട് എണീക്കാൻ എന്നെ കൂടി പറ്റൂല കേട്ടോ. ഇരുന്നിട്ട് എണീക്കുന്ന ഒരാൾ പറഞ്ഞു. എനിക്ക് നടക്കുന്നതിന് വലിയ കുഴപ്പമില്ല. എൻ്റെ ഇത് കണ്ടോ ഈ ഒരു സൈഡ് മൊത്തം, പിന്നെ അതേപോലെ ഇത് കണ്ടോ ഈ ഒരു ഇവിടെ ഇവിടെ മൊത്തം ചതവും ഇതൊക്കെ ആട്ടോ. എനിക്കൊരു സ്ഥലത്ത് ഇന്നലെ ഒന്നും എനിക്ക് കുഴപ്പമില്ലായിരുന്നു. എനിക്ക് ഇന്നിട്ട് എനിക്ക് ഭയങ്കര പാടാട്ടോ.
മൈക്കിള് പിന്നെ ഇവിടെ ഇങ്ങനെ കണ്ടോ എല്ലാവരും ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മൊത്തം പപ്പ ഒരു റൂമിലാണ്, എല്ലാവരും സെപ്പറേറ്റ് റൂമിലാണ്. പപ്പ ഒരു റൂമിലാണ്, ഞാനൊരു റൂമിലാണ്, പിന്നെ ലിബിൻ ഒരു റൂമിലാണ്, അമ്മ ഒരു റൂമിലാണ്. അങ്ങനെ ഓരോരുത്തർ ഓരോ റൂമിലാണ്. മമ്മിയുടെ ഒരു പല്ല് പോയിട്ടോ, മമ്മിയുടെ ചുണ്ടിരിക്കുന്നുണ്ട്, മമ്മിയുടെ ചുണ്ടും പോയി, അതുപോലെ ഒരു പല്ലും പോയി. ഇവിടെ വേദനയുണ്ട്. പിന്നെ എൻ്റെ കാല് വട്ടം മുറിയേണ്ടതായിരുന്നു, ഒരിക്കണ്ടായിരുന്നു. പക്ഷെ അടി പറ്റിപ്പോയെന്ന് വെച്ചാൽ അപ്പനും അമ്മയും ഇരുന്നത് സൈഡിലാണ്, നടുക്ക് ലിബി ഇരുന്നു. ലിബി എങ്ങ് പോകുന്നു ഫ്രണ്ടിലേക്ക്. ഞങ്ങക്ക് പിന്നെ ഓർമ്മയൊക്കെ ഉണ്ട് കേട്ടോ, അതായത് വണ്ടി ബ്രേക്ക് ചെയ്ത് നിന്നതൊക്കെ ഓർക്കുന്നുണ്ട്. ബ്രേക്ക് ചെയ്ത് നിന്നതും എനിക്ക് ഓർമ്മയുള്ളത് ബ്രേക്ക് ചെയ്ത് നിന്നതും പിന്നെ സീറ്റ് ബെൽറ്റ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. സ്റ്റിയറിങ് ഇങ്ങനെ ഒരു ഇത് വന്നിട്ട് ഇങ്ങനെ പോയി, എന്നിട്ട് ഞാൻ സീറ്റ് ബെൽറ്റ് ഊരിട്ട് ഞാൻ ഇങ്ങനെ വീഴുമായിരുന്നു. അതായത് ഡോർ വന്നിട്ട് ഞാൻ പുറത്തോട്ട് വീണു. അപ്പോഴത്തേക്കും ലിബി വന്നിട്ട് പറഞ്ഞു കൈ ഒടിഞ്ഞ് തൂങ്ങിപ്പോയെന്ന് പറഞ്ഞു. അപ്പോൾ പപ്പയുടെ ഇവിടെ ഫുള്ള് ഇങ്ങനെ പൊട്ടിയിട്ട് ബ്ലഡ് ഒലിക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരും വിചാരിച്ചു പപ്പയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ. 14 നീളത്തിലാണ്. ഈ ഒരു ഏരിയ ഇവിടം വരെ ഇത്ര ഏരിയ ഉണ്ട്. അങ്ങനെ പ്ലാസ്റ്റർ ഇട്ടേക്കുന്നേ അത്ര എന്നോട് ചേട്ടനാ പറഞ്ഞത്, ചേട്ടനാ പറഞ്ഞത് 14 സീറ്റ് ഉണ്ട്. ഞാനും ജോസ്മിൻ സാറും പോയി കണ്ടായിരുന്നു. പപ്പനെ ഏതാനും നിമിഷങ്ങൾ റൂമിലേക്ക് കൊണ്ടുവരും. നമ്മളിവിടെ എത്ര റൂം എടുത്തിട്ടുണ്ട്? 5 റൂം എടുത്തിട്ടുണ്ട്. 5 റൂമിൽ പപ്പനെ കൊണ്ടുവരും. പപ്പയ്ക്ക് ഇവിടെ ഒരു ചെറിയൊരു ചതവുണ്ടെന്നാണ് പറഞ്ഞത്, നല്ല റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. പിന്നെ ഈ ഒരു സ്റ്റിച്ച് പപ്പയ്ക്കുള്ള ഭാഗ്യത്തിനാണ്. അഭിരാമിക്ക് ഒന്നും പറ്റില്ല കേട്ടോ, അഭിരാമിക്കും കൊച്ചിനും ഒന്നും പറ്റില്ല. ആകെ ബെൽറ്റിൻ്റെ ഇത് മാത്രമേ പറ്റുള്ളൂ. ഇവൻ കറക്റ്റ് കയ്യിൽ ഇങ്ങനെ ഇരുന്നു കേട്ടോ, ഇങ്ങനെ ഇവൻ ഉറങ്ങുമായിരുന്നു. ഇങ്ങനെ ലോക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇവരെ ബെൽറ്റ് പെട്ടെന്ന് ഇടിക്കാൻ പോകുന്നവർക്ക് മനസ്സിലായി, കൊച്ചുറങ്ങുമായിരുന്നു. ഇവൻ കാണിച്ച് നിർത്തിയിട്ടില്ല കേട്ടോ. ഇവൻ ഇന്നലെയൊക്കെ ഇങ്ങനെ വിഷമിച്ച് കരയിലും പരിപാടിയൊക്കെ ആയിരുന്നു. ലിവിക്ക് വേണ്ട അതെൻ്റെ വയലെ ചവരാണ് കേട്ടോ. കാറ് വരുന്ന കാർഷികമാണ്, അത്യാവശ്യം ലിവി കിടന്ന കാറിന് ഈ വണ്ടി ഓടുമ്പോൾ പിഴിഞ്ഞിട്ട് എന്തേലും എൻ്റെ ഈ കാലിൻ്റെ ഇടയിൽ എന്നാ വേദനയായിരുന്നു. ദൈവാനുഗ്രഹത്തിന് അവർ പെട്ടെന്ന് കൊണ്ടേ വിട്ടു സാറേ, അത് വലിയ അനുഗ്രഹമായി പോയി എൻ്റെ അമ്മേ. എനിക്കിപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് ഒരാൾ നന്നായിട്ട് താങ്ങണം കേട്ടോ. എനിക്ക് മാത്രം അവരെ പിടിച്ചേ ഒന്നില്ല. എനിക്ക് ഇങ്ങനെ ഇരുന്നിട്ട് എനിക്ക് മാത്രമുള്ള പ്രശ്നമുള്ളൂ കേട്ടോ. പക്ഷെ എനിക്ക് നടക്കാൻ നേരത്ത് അങ്ങനെ വലിയ എന്റെ ഇവിടെ സാറേ പറ്റി സൈഡില് ഈ ഒരു പോർഷൻ അത് ശരിക്കും അവിടെ ആ ജോയിന്റ് വലിഞ്ഞു, സീറ്റ് ബെൽറ്റ് കൂട്ടി വലിഞ്ഞതാണ്. ഇല്ല എന്റെ സീറ്റൊന്നും അങ്ങനെ നിന്നായിട്ട് അനങ്ങിയിട്ട് എനിക്ക് തോന്നില്ല. ലിവിന് വേദന കൂടിയിട്ട് നിൽക്കുന്നില്ല, ഗുളിക കൊടുത്തിട്ടല്ലേ. ഇഞ്ചക്ഷൻ കൊടുക്കാൻ പോകട്ടോ, നല്ല വേദനയായെന്ന് തോന്നി. അല്ല സാറേ IV കൊടുക്കാനാണ്. അപ്പോൾ രാവിലെ അത് IV ബ്ലോക്കായിട്ട് ഭയങ്കര വേദനയായിട്ട് ഊഴിച്ചായിരുന്നു. ഞരമ്പ് കിട്ടത്തില്ല വരാൻ. അപ്പം ഓൾറെഡി 2-3 സ്ഥലത്ത് കുത്തിയിട്ടാണ് ഇവിടെ കിട്ടിയത്. പുതിയ എടുക്കുക. ഇഞ്ചക്ഷൻ കൊടുക്കും കേട്ടോ. ഇഞ്ചക്ഷൻ കൊടുക്കുന്നതല്ല, കരഞ്ഞ് 10 നേരം കരച്ചിൽ തുടങ്ങിയിട്ട്. രാവിലെ ഇതേപോലെ തന്നെയായിരുന്നു, പക്ഷെ ഒരു അരമണിക്കൂർ കൊണ്ട് വേദന മാറി. ഇപ്പോൾ പക്ഷേ 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടും ഒരു രക്ഷയില്ല. കുത്തിപ്പറിക്കാന്ന് പറഞ്ഞ് കരയുവാണ്. ആലോചിക്കാൻ പറ്റുന്നില്ല അദ്ദേഹത്തിന്. ആ വണ്ടി ആയതുകൊണ്ടാണ് ഇപ്പോഴും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇത് നമുക്ക് വേറെ വല്ല വാഹനമൊക്കെ ആയിരുന്നല്ല ജോസ്മിൻ സാറേ. ആ വാഹനം ആയതുകൊണ്ട് മാത്രമാണ്, വേറെ വല്ലായിരുന്ന പരിപാടി എല്ലാം പാളിയാണ്. കാരണം അത് ആ ഫ്രണ്ടിൽ ഇടി മൊത്തം താങ്ങി, അപ്പുറത്തെ വണ്ടിയിൽ ഇടിയും താങ്ങി, നമ്മുടെ വണ്ടി ഇങ്ങനെ ചവിട്ടി നിൽക്കുക കേട്ടോ. അപ്പോഴത്തേക്കും ഇങ്ങനെ മറ്റേ വണ്ടിയും കൂടെ വന്നു. ഇന്നത്തെ കാലാവസ്ഥയാണെങ്കിൽ അങ്ങനെ വലിയ ഇല്ല. ഇന്നിപ്പോൾ നല്ല തെളിച്ചാണ്. ഇന്നലെ പാലക്കാട് തന്നെ 10 ആക്സിഡൻ്റാണ് കാണുന്നത്. ഈ സെയിം സംഭവം ഞാൻ മനോരമ ന്യൂസിൽ കണ്ടു, 10 എണ്ണം തെന്നിപ്പോയതാ കേട്ടോ, തെന്നിപ്പോയതാ. എനിക്ക് നല്ല ഉറപ്പുണ്ട് വണ്ടി തെന്നിപ്പോയതാ. കാരണം
എനിക്ക് ഇങ്ങനെ തെന്നിയത് മാത്രം ഓർമ്മയുള്ളൂ. പിന്നെ ചവിട്ടി നിന്ന് ഓർമ്മയുണ്ട്. വണ്ടി മാത്രമല്ല, ഓപ്പോസിറ്റ് വന്ന വണ്ടി തെന്നി ആരും പറഞ്ഞിട്ടൊരു കാര്യം കേട്ടോ. അവരുടെ വണ്ടിയിൽ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. പുള്ളിയുടെ കൈക്ക് ചെറിയ കീറലും അതുപോലെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ മുറിവുള്ളൂ. ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടോ പുള്ളി. ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു. പിന്നെ പുള്ളി ഇവിടെയൊക്കെ വന്നായിരുന്നു കേട്ടോ. ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെയൊക്കെ. അവര് കല്യാണത്തിന് എന്തെങ്കിലും പോകാൻ വേണ്ടി വണ്ടി കഴുകിക്കൊണ്ട് വരുമായിരുന്നു. ഇപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. അവരും എന്നാ പറയുക, പിന്നെ ഒരു ഗൾഫിൽ നിന്നെങ്ങാനും വന്നായിരുന്നു. 3 ദിവസം അങ്ങനെ അത് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു ഫംഗ്ഷന് വേണ്ടി എങ്ങാനും വന്നതാണ്. പുള്ളിയുടെ പരിപാടിയൊക്കെ എല്ലാം ഇതായി പോയെന്ന് തോന്നുന്നു. എനിക്ക് ഈ കാലം നടക്കാൻ പറ്റുന്നില്ല. ഭയങ്കര പപ്പേനെ ഇപ്പം ഏതായാലും നിമിഷങ്ങളിൽ ഇറക്കും. നജീബിക്ക് അവർ പ്രതീക്ഷയൊക്കെ. പിന്നെ ഇന്നലെ രാത്രി 2 മണിയായപ്പോൾ അവർ പോയി കേട്ടോ. മൈക്കിൾ തന്നെ കരയുന്നത്. ലിബിന് ഇഞ്ചക്ഷൻ വെക്കുന്ന പാലിനാണോ? കരയണ്ട. മമ്മിയുടെ ചുണ്ട് കാണിച്ചമ്മ. മമ്മിയുടെ ഒരു പല്ല് പോയിട്ടോ. എല്ലാവർക്കും മേലുവേദന ഉണ്ടാവും. അത്ര ഇമ്പാക്ട് ഉണ്ടായില്ലേ? ലിബിയുടെ എത്ര നാളെ അവൻ്റെ ആ ട്യൂബ് റിമൂവ് ചെയ്തിട്ട് എക്സ്റേ എടുക്കണം, എന്നിട്ടേ പറയാൻ പറ്റുമെന്ന് പറഞ്ഞത്. നാളെ പറയാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഓക്കെ ആണോ എന്ന് നോക്കാൻ വേണ്ടി. ബൾജിങ് വല്ലതും ഉണ്ടോ, ഇൻഫെക്ഷൻ വല്ലതും ഉണ്ടോന്ന് അറിയാം. ഇൻഫെക്ഷൻ ഉണ്ടോന്ന് അറിയാനാണ് പ്രധാനം. ഇൻഫെക്ഷൻ ആവരുത്. ഞരമ്പ് കിട്ടുന്നില്ല. ഞരമ്പ് കിട്ടുന്നില്ല കേട്ടോ ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടി. ആ സിസ്റ്റർമാർ നോക്കിക്കൊണ്ടിരിക്കുക. നല്ലൊരു ഹോസ്പിറ്റലല്ലേ സാറേ? നല്ല കെയറിങ്ങും. എനിക്ക് അടുത്ത കാലത്ത് ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ അടുത്ത് ഇഷ്ടംപോലെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. നല്ലൊരു ഹോസ്പിറ്റലാണ് കേട്ടോ. നമ്മളൊട്ടും പ്രതീക്ഷിച്ചൊന്നുമില്ല. അറിയത്തില്ല. ഞാൻ കേട്ടിട്ടുണ്ട്. 1000 പ്രാവശ്യം ആംബുലൻസുകാരോട് ചോദിച്ചു ഞങ്ങളെ നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് ഇങ്ങനെ പറഞ്ഞു. അവർ പറഞ്ഞു നല്ല ഹോസ്പിറ്റലാണ്, നല്ല ഹോസ്പിറ്റൽ. നമുക്ക് വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് വരുന്നത് അല്ലേ? പലരും കഴിഞ്ഞ ദിവസം കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഏറ്റവും നല്ല ഈ പറഞ്ഞ ആക്സിഡന്റ് കേസിനൊക്കെ ഏറ്റവും നല്ല ഹോസ്പിറ്റലാണ്, നിങ്ങൾ എത്തിയത് നല്ല കറക്റ്റ് സ്ഥലത്താണെന്നൊക്കെ പറഞ്ഞു. എൻ്റെ ഈ കയ്യിലുണ്ടായിരുന്ന സാധനം ദിലീപിനുണ്ടായിരുന്നു. അതുകൊണ്ട് അഴിച്ചു മാറ്റി വേറെ കുത്തിയപ്പോൾ. നിനക്കുണ്ടായിരുന്നോ? ഇതിനകത്ത് ബ്ലഡ് വന്നിട്ടുണ്ടല്ലോ. ഓടി അവർ ചെക്ക് ചെയ്ത് ഇപ്പം നോക്കിയോ എങ്ങനെയാ അത് കുത്തിയിട്ട് അതിനകത്തൊരു ബ്ലഡ് വരുന്നുണ്ടെങ്കിൽ ഓക്കെ ആവുള്ളൂ. ആണോ? അതാണോ സാറേ? അതിനകത്ത് മൈക്കിളോട് ഇരിപ്പുണ്ട് കേട്ടോ. മൈക്കിളോട് കളിയും പരിപാടിയൊക്കെ. മൈക്കിളിൻ്റെ ചെറിയ പാത്രം കിട്ടി, അതിൻ്റെ സന്തോഷത്തിലാണ്. ലിബിക്ക് ഇന്നലെ മൂത്രം പോകില്ലാണ്ട് വണ്ടി ചെയ്തിട്ടൊക്കെ ഇല്ലായിരുന്നു. ലിബിക്കാണോ പപ്പയ്ക്കായിരുന്നു? മൂത്രത്തിനിട്ടില്ല, ബ്ലഡിന് മാത്രമേ ഇട്ടുള്ളൂ. മറ്റേ സാധനം കൊണ്ടുവന്നില്ല. അത് പിന്നെ കിടന്നുകൊണ്ട് പുറത്ത് പോകാൻ വേണ്ടി ഇട്ടതാണ്, പക്ഷെ അങ്ങനെ പോകാൻ പറ്റിയില്ല. ലിബി ഇന്ന് രാവിലെയാണ്, ഞങ്ങൾ പല പ്രാവശ്യം നോക്കിയെങ്കിലും ആ ഒരു ഇത് യൂറിൻ കളക്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റിയില്ല. ബാത്റൂമിൽ തന്നെ പോയിട്ടാണ് അവൻ ഇത്രയൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഉറങ്ങിപ്പോയിട്ടോ. ആരും ഉറക്കാനൊന്നുമില്ലാതെ സ്വന്തമായിട്ട് ഉറങ്ങിപ്പോയി. അല്ലെങ്കിൽ ആരിലൊക്കെ ആയിട്ട് ഉറക്കുന്ന കേട്ടോ.
വീഡിയോ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കണ്ട ആൾ തന്നെ ഉറങ്ങിപ്പോയി. തന്നെ ഉറങ്ങി ആദ്യമായിട്ടാണ് സ്വന്തം കയറി കിടന്ന് ഉറങ്ങി. ഉറങ്ങിയിട്ടില്ല പൂർണ്ണമായിട്ട്. എൻ്റെ അമ്മേ, വെള്ളം കൊടുത്തിട്ടേ ഒരു അമ്മി. പപ്പേനെ എപ്പോഴാണ് കൊണ്ടിരുന്നെന്ന് പറഞ്ഞേ? കുറഞ്ഞ ലിബി അങ്ങനെയല്ല, അവനെ കുത്തുന്നേ വേദന എടുക്കുന്നത് കുടുംബ ചെറിയ വേദന കുത്തുവേദന നമ്മുടെ മുൻപേലുള്ളതില്ലേ അതുള്ളോ, അത് പേടിക്കണ്ട. അത് രാവിലത്തെ കണക്കിനാണെങ്കിൽ അരമണിക്കൂർ കൊണ്ട് വേദന മാറിയതാ. ഇത് ഉണങ്ങാനുള്ള ഒരു കുത്തു വേദനയാ, അത് പേടിക്കണ്ട. എൻ്റെ അമ്മ, അതിന് എനിക്ക് എണീക്കും മാത്രം. എനിക്ക് എന്റെ പേശിയെല്ലാം വലിഞ്ഞു പോയിട്ടാണ് സാറേ. അതാണ് കറക്റ്റ് അവിടുത്തെ പേശികൾക്കൊക്കെ നല്ല സ്ട്രെയിൻ വന്നിട്ടുണ്ട്. അങ്ങനെങ്കിലും മറ്റേ എൻ്റെ ഞരമ്പിൻ്റെ അകത്തൂടെ മറ്റേ ഈ ടിക്കകത്തൊക്കെ സാധനം കയറ്റിയതാ. അറിയേണ്ടതല്ലേ, അങ്ങനെ ആണെങ്കിൽ അറിയേണ്ടതാ സാറേ. എനിക്ക് ചെസ്റ്റിന്റെ ഇത്രയും ഭാഗം ഇവിടെ, ഈ ചെസ്റ്റിന്റെ ഇരിക്കുന്നുണ്ട്, സീറ്റ് ബെൽറ്റ് ഇതും സീറ്റ് ബെൽറ്റ് ഉണ്ട്. പിന്നെ നാക്കടിക്കുന്നതിനാ ഇത് വലിയ മുറിവാണോടാ? ഇങ്ങനെ കീറിയിട്ടുണ്ട്. ആ AC ചെയ്തുകൊണ്ടാ. രണ്ട് കാലിലുണ്ട്, അവിടെ ഇടയ്ക്ക് മുറിവുണ്ട്. വലുത് മാത്രം അവര് പൊട്ടിച്ചു വെച്ചു. ഇത് എനിക്ക് കേട്ടണ മേടിച്ചെടുത്താ. സത്യം അമ്മയോ ആ നേരം വരെ അവൻ അവിടെ, ഞാൻ അവിടെയാണ് ഇരുന്നത്. അമ്മയോ അഭിരാമിയോ ഇരിക്കണ്ട കേട്ടോ. അമ്മ ഉറങ്ങുവാണോ? അമ്മയോ അഭിരാമിയോ കൊച്ചിനെ പിടിച്ചവിടെ ഇരിക്കണ്ട. ആപ്പിളെടുത്ത് എന്റെ കയ്യിലോട്ട് തന്നതേ ഉള്ളൂ, അന്നേരം ഇരിക്കും. നിന്റെ കാലിൽ ഡ്രസ് ചെയ്തില്ലടി? കാണിച്ച് മൊത്തം ശരിയാക്കി. നാക്ക് കടിക്കുന്ന വേദനയാണോ? പിന്നെ അതാ കുത്തല് വരണേന്റെയാ. അത് നമ്മുടെ പൊട്ടുമ്പോ ഒരു കുത്തല് വരില്ല ഉണങ്ങാൻ നേരത്ത്. ചൊറിച്ചിലൊക്കെ പോലെ ഒരു കുത്തല് അടിങ്ങ വരില്ല, അതൊരു കുത്തലാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. ജ്യൂസ് മേടിച്ചു കൊടുക്കാം. കുടിക്കാനും വേണോടാ? ആപ്പിള വല്ല വെള്ളം വിളിച്ചു പറയാ. പിന്നെ മൈക്കിളോട് ഉറങ്ങിപ്പോയോ സാറേ? ആദ്യമായിട്ട് അത് തന്നെ അറിയോ? ഉരുണ്ട് പോന്നാലേ ആദ്യമായിട്ടാ സാറേ. ഇവിടെ ഉണ്ടല്ലോ എല്ലാ ദിവസവും പല്ല് തീർക്കാനുള്ള പേസ്റ്റ്, പിന്നെ ടോയ്ലറ്ററി കിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. കിറ്റ് കൊണ്ടുതരും. മോയ്സ്ചറൈസർ, ഷാമ്പു, സോപ്പ്, പേസ്റ്റ്, ബ്രഷ്, ചീർപ്പ്, വലിയൊരു കിറ്റ് തന്നെ തരും കേട്ടോ. ഇതുണ്ടോ? പിന്നെ ടിഷ്യൂ, ടിഷ്യൂ, വെള്ളം എല്ലാം ചീർപ്പ്, ഇത് ഡെന്റൽ കിറ്റ്, സോപ്പ്, മോയ്സ്ചറൈസർ. ഇങ്ങനെ പാക്കറ്റിൻ്റെ അകത്ത് വരുന്നേ. ആ വയനോറുണ്ടോടാ? എന്നടാ മമ്മിയുടെ റൂമ്, ഇത് ലിപിയുടെ റൂമാട്ടോ. ഇവിടെ മമ്മിയുടെ പേര് അന്നമ്മ കണ്ണൂർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് മമ്മിയുടെ റൂമാട്ടോ. മമ്മി ഇപ്പം ലിപിക്ക് വയ്യെന്ന് പറഞ്ഞപ്പം അങ്ങോട്ട് പോയതാണ്. ഞങ്ങളുടെയൊക്കെ റൂമ് വേറൊരു സ്ഥലത്താണ്. ഇതിൻ്റെ അകത്തോട്ട് ബ്ലഡ് ഇങ്ങനെ, മോശം ബ്ലഡ് ഇല്ല സാറേ, ഇത് കണ്ണോത്തം ബ്ലഡ് അടി ഇതിൻ്റെ അകത്ത് നിറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ഇപ്പം അത്യാവശ്യം കയറുന്നുണ്ട്, നേരത്തെ ഇല്ലായിരുന്നു. ഇതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇല്ലാതെ ചാടും സാറേ. ഇത് എനിക്ക് വന്നിട്ട് ഇതിൻ്റെ പൊസിഷൻ കറക്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഇനി വരാത്ത. ആണോ? ഡോക്ടർ പറഞ്ഞായിരുന്നു നടന്നോ, ഇതിപ്പുറത്തെ കയ്യിൽ പിടിച്ചിട്ട് നടക്കാം എന്നാ പറഞ്ഞേ. പക്ഷെ നടക്കുന്ന ഉദ്ദേശിച്ചേ ഇവ ഓടായിരുന്നു ഇവിടെ കിടന്നു. എല്ലാവരും പ്രാർത്ഥിക്കണം വേഗം സുഖപ്പെടാനായിട്ട്. ഞങ്ങൾ ആക്സിഡൻറ്റ് സ്പോട്ടിലെത്തി. ഇതാണ് ചെറിയൊരു കയറ്റമാണ്. നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് സ്പോട്ടിലേക്ക് വന്നതാണ്. ഞാനും എബിനും കൂടെയാണ് വന്നേക്കുന്നത്. അവർക്ക് പോരാൻ പറ്റില്ല, ഹോസ്പിറ്റലിൽ നിന്ന് അഡ്മിറ്റ് ആണുള്ളതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല.
ഞങ്ങൾ അവൻ്റെ മൈക്കിൽ ചെറിയൊരു ആക്സസറി കിട്ടാനുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കണം. പിന്നെ വണ്ടിയുടെ പരിക്കൊന്ന് കാണണം എന്ന് വിചാരിച്ചിറങ്ങിയതാണ്. ഇതാണ് സ്പോട്ട്. ഞങ്ങൾ വരുന്ന ഫോർച്യൂണർ വന്ന റോട്ടിലാണ് ഞങ്ങൾ വന്നത്. ഫോർച്യൂണറാണ് മൂടിയിട്ടേക്കുന്നത്. പുറത്തിറങ്ങി വണ്ടി ഓഫാക്കട്ടെ. ഗ്ലാസ്സിലിരുന്നു. ഇവിടുന്ന് അടിച്ചല്ലേ? അവിടുന്ന് ഒരു സെറ്റ് വന്ന് ഇവിടുന്ന് ഒരു സെറ്റ് വന്ന് കണ്ടില്ലേ? ഏകദേശം ഇടിച്ച സ്പോട്ടാണിത്. അതിൻ്റെ സ്പെയർ കിടക്കുന്നു. സഫാരിയിൽ സ്പെയർ പാർട്സായി കിടക്കുന്നുണ്ട് അല്ലേ? സഫാരിയിലുണ്ടാവും, അതേപോലെ തന്നെ ഫോർച്യൂണർ ഉണ്ടാവും. നമ്മൾ വണ്ടി വെച്ച് ആണ് സ്പോട്ട്. അപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ നമ്മുടെ സഫാരി കിടപ്പുണ്ട്. പോലീസുകാരത് ക്രെയിൻ വെച്ച് വലിച്ച് സൈഡാക്കിയതാണ്. കുറച്ചുകൂടെ ഒന്ന് ഒതുക്കി വെച്ചു. വണ്ടിയുടെ റേഡിയേറ്റർ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. 2 ലൈറ്റുകൾ പോയി. എൻജിന് ബാറ്ററി ഇവിടെ ഇൻടാക്റ്റ് ആണ് അല്ലേ? ബാറ്ററിക്ക് എഞ്ചിനിലേക്ക് അടി വന്നിട്ടുണ്ട്. എൻജിൻ ടച്ച് ചെയ്തിട്ടുണ്ട്. എൻജിൻ്റെ ടോപ്പെല്ലാം ഇളകിയിട്ടുണ്ട്. നമ്മുടെ ഓയിലൊക്കെ അവിടെ ചെറിയൊരു ഇത് കാണുന്നുണ്ട്. നിലത്ത് ഓയിൽ ഒഴുകി പോയതായിരിക്കും, മാറ്റിയിട്ടതല്ലേ? ഓയിൽ ഒഴുകുന്നുണ്ട്, ഓയിൽ ലീക്കുണ്ട്, ഓയിൽ ഒഴുകി പോകുന്നുണ്ട്. എൻജിൻ പൊട്ടിയല്ലേ? ഓയിൽ ലീക്ക് വന്നതിൽ എഞ്ചിന് പണി കിട്ടി. കംപ്ലീറ്റ് ഇളകിയിട്ടുണ്ട്. ചേസിന് അടിയിട്ടുണ്ട്. മുകളിൽ താഴേക്കാണ് വരുന്നത് വണ്ടി. ഫേസ് ടു ഫേസ് അത് കണ്ടില്ലേ? ഇവിടെ കണ്ടില്ലേ? കയറിപ്പോയി. ഇതിനടി കിട്ടിയിട്ടില്ല. കിട്ടിയില്ല. ആ ഒരു പീസിന് കിട്ടി. ചേസ് താഴെ കിട്ടിയിട്ടില്ല. അതിന് മുകളിലേക്ക് കയറിപ്പോയി, അടിച്ച് ചുളുങ്ങിപ്പോയി. പക്ഷേ എ പില്ലറിലേക്ക് ഒരു ആക്ഷൻ വന്നിട്ടില്ല അല്ലേ? എ പില്ലർ ഫ്രീ. എ പില്ലർ ബി പില്ലർ ഒക്കെ സേഫാണ്. ഡോർ ജാമായിട്ടുണ്ട്. ഫ്രണ്ട് ഡോർ ജാമ അല്ലേ? അല്ല, അത് അന്നേരം അഭിരാമി ഇറങ്ങി വന്നാണല്ലോ. അത് കഴിഞ്ഞ് സീറ്റ് ബെൽറ്റ് കൂടെ കൂട്ടി അടച്ച. നമുക്ക് ഒരു ഹോളിനൈഡിന്റെ കൊച്ചിന്റെ ഡയപ്പർ കിടപ്പുണ്ട് ഇവിടെ. അവൻ്റെ ചെരുപ്പ് ഉണ്ട്. അതുപോലെ ഹോളിനൈഡിൻ മൈക്കിന്റെ ഒരു സ്പെയർ കാണാനതിൻ്റെ അത് മാത്രം കിട്ടാത്തതുണ്ട്. അപ്പോൾ അത് രണ്ടും എടുക്കാൻ വേണ്ടി. പിന്നെ ഇതവിടെ ചോരയുണ്ട്. സാധനങ്ങളൊക്കെ ഇന്നലെ ഷനൂപിക്കുകയും 2 ഇക്കമാരും വന്നിട്ട് എടുത്തിട്ട് പോയതായിരുന്നു. നൈജിപ്പിക്കുകയും ഷനൂപിക്കുകയും കൂടെ. ഇത് എടുത്തേക്കാം അല്ലേ? ഗ്ലാസ് ഗ്ലാസ് നമുക്ക് ഗ്ലാസ് അവിടെ കിടക്കണം. അത് ആ ഗ്ലാസും കൂടെ ഒഴിവാക്കണം. അതിന് കൊണ്ടുപോയി കൈ നോക്കണേ. എന്തായാലും പ്ലാസ്റ്റിക് ടൈപ്പാന്ന് തോന്നുന്നു. അതുകൊണ്ട് വേറെ ഒന്നും പറ്റിയിട്ടില്ല. ഗ്ലാസ് ഇട്ടാൽ മതി. അവരത്രയും ദൂരം വാങ്ങിച്ചോണ്ട് വന്ന സാധനമല്ലേ? നമുക്ക് വണ്ടിക്കകത്തേക്ക് വെച്ചാലോ? നമ്മുടെ വണ്ടിക്കകത്തുണ്ടായ സാധനമല്ലേ? റോഡ് ഇതാക്കണ്ട. ഇതിനകത്ത് വെക്കാനാ? ഇതിനകത്തോട്ട് വെച്ചു. ഓട്ടോയും വെളുത്തുള്ളിയും എടുത്ത് വണ്ടിക്കകത്ത് വെക്കാണ്. മറ്റേ സാധനം തപ്പണ്ടേ? മൈക്ക് ചെരുപ്പ് മൈക്കാണ് നമുക്ക് തപ്പേണ്ടത്. മൈക്കല്ലേ? മൈക്കിൻ്റെ ഒരു കണക്ടർ കണ്ടിട്ടില്ല. എനിക്ക് വേറൊരു പീസ് കാണിച്ചു തന്നെ. അപ്പോൾ അത് കണ്ട് ഒരു ടി ഷേപ്പ് സാധനമാണേ. ഇതിൻ്റെ സൈഡ് ഫുള്ള് ജാമായിരുന്നു കേട്ടോ. ഇതിന് ആ സ്റ്റിയറിങ് കൂട്ടി അടിച്ച് സ്റ്റിയറിങ് കംപ്ലീറ്റ് പൊട്ടിയിട്ടുണ്ട്. ഫ്രണ്ടിലെ സീറ്റ്, ഡ്രൈവർ സൈഡ് സീറ്റ് ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ഡോറ് ജാമാണ്. ഡോറ് കംപ്ലീറ്റ് തുറക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഒന്നും കാണുന്നില്ല. ഈ ഡോറ് ജാമാ കേട്ടോ.
ജാമാണോ? പക്ഷെ അത് തുറന്നാണ് അഭിരാമിനെ ഇറക്കി പിന്നെ എങ്ങനെ ജാമാവോ? എന്റെ ഡോറ് ഞാനിപ്പോ വന്നിരിക്കുന്ന ഡോറ് ഇതാണോ? അത് അല്ല, അത് പക്ഷേ നമ്മുടെ ഇതാണ് ഹാർഡ് ഡിസ്ക് ആണോ? ഹാർഡ് ഡിസ്ക് അല്ല, എന്നാ പറയാ, സാറ്റാ ഡ്രൈവ്. എനിക്കറിയില്ല. ആ ഡ്രൈവാണിത്. പിന്നെ ഒരു കണക്ടറാണ് കാണാനുള്ളത്. അവിടെ എന്ത് ബ്രഷൊക്കെ കിടപ്പുണ്ട്. ഭക്ഷണം കഴിച്ചതിന്റെ വേസ്റ്റ് ഒക്കെയാണ്. ഞാൻ ഡാഷ്ബോർഡൊക്കെ നോക്കിയതാന്നാ പറഞ്ഞത് അവര്. ഇവിടെയാണ് പറഞ്ഞത്, ഈ ഒരു ഏരിയയിലാണ് പറഞ്ഞത്. കിട്ടിയോ? അത് തന്നെ സാധനം. ഇതാ ഹോളി ലൈനിന്റെ. ഇത് നോക്കിയാണ് നമ്മൾ വന്നത്. ഇത് പോയാൽ 15,000 രൂപ നഷ്ടമെന്നല്ലേ പറഞ്ഞ്. ഇത് കാണാതെ പോയി, അതാണ് വന്നത്. പക്ഷെ ഇത് അതേപോലെ വിലയുള്ള സാധനം തന്നെ കേട്ടോ. ഇത് ഫിലിപ്സിന് ഇത് നോട്ട് ചെയ്യാത്ത സംഭവം. ഇത് സാറ്റ ശരിക്കും നമ്മുടെ ഹാർഡ് ഡിസ്ക് പോലത്തെ, എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് പോലത്തെ സാറ്റ ഡ്രൈവാണ് ഇത്. അതായത് നമുക്ക് ഐഫോണിൽ നിന്നൊക്കെ ഡാറ്റ കോപ്പി ചെയ്യാവുന്ന ഡ്രൈവാണ്. ശരിക്കും അത് ബെറ്ററാ, അലുമിനിയം. അത് രണ്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ലിബിന്റെ ചെരുപ്പ് അതാ ഒന്നുകൂടി ഉണ്ട്. പ്യൂമ ഒരു ചെരുപ്പ് കൂടെ അടിയിൽ എവിടെയെങ്കിലും ഉണ്ടാവും. ആ ഡോറിന്റെ അടി. കിട്ടിയോ? അതിന്റെ പറയുന്നത് കിട്ടി. ഓക്കെ, പ്യൂമ രണ്ടും കിട്ടിയിട്ടുണ്ട്. എത്ര രൂപ പറഞ്ഞതിന്? നല്ല പൈസ ഉണ്ട്. 2,500 രൂപ 3,000 രൂപ വിലയുള്ള ചെരുപ്പ്, പ്യൂമയുടെ ഒറിജിനൽ സാധനം. ഒരു കോയിൻ കാണുന്നുണ്ടല്ലോ, അത് ഇത് പുറത്തെ കോയിനാണല്ലോ, വായിക്കാൻ പറ്റും. ഒരു 10 പെനിയാണെന്ന് തോന്നുന്നു. ടർക്കി ബ്ലഡ് പറ്റിയിട്ടുണ്ട്, അപ്പം ടർക്കി എടുക്കുന്നില്ല. ബാക്കി സാധനങ്ങളെല്ലാം അവരെടുത്തതാണ്. അപ്പം നമുക്ക് കിട്ടേണ്ട 2 സാധനം കിട്ടി. ഇതാണ് മെയിനായിട്ട് നമ്മൾ കണ്ടത്. ഇതാണ് ഡ്രൈവർ സീറ്റ് ശരിക്കും കൊളാപ്സ് ആയിട്ടുണ്ട്. അവൻ ഫ്രണ്ടിൽ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഇവിടെ അടിച്ചിട്ടായിരിക്കും. ഇവിടെ ഇതിനകത്ത് ജാമായിട്ടാണ് എബിൻ്റെ ശരിക്കും ആ ഒരു വേദന വന്നത്. ഇപ്പം വട്ടം ഒടിഞ്ഞിട്ടുണ്ട്. സ്റ്റിയറിങ് ഒന്ന് അടിച്ച് ജാമായി. അപ്പം മുകളിലേക്ക് ഇടിച്ച് പൊന്തി. അതാണ് ഇത്. സ്റ്റിയറിങ് ഇങ്ങനെ ഒടിഞ്ഞിട്ടുണ്ട്. ഡ്രൈവിംഗ് സീറ്റ് കണ്ടില്ല, ഡ്രൈവിംഗ് സീറ്റ് തിരിഞ്ഞ് പോയിട്ടുണ്ട്, ഇടിച്ച് തിരിഞ്ഞിട്ടുണ്ട്. പുറകിലുള്ള ആൾക്കാർ വന്നിട്ട് ബേക്കിൽ ഡ്രൈവിംഗ് സീറ്റിന് പുറകെ വന്ന് അടിച്ചിട്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക. പുറകിലത്തെ സീറ്റിലേക്ക് വരുവാണെങ്കിൽ കറക്റ്റ് ഇവിടെ അച്ഛനും അമ്മയും ലിബിനും ഇരുന്ന ഏരിയ ആണിത്. ലിബിൻ സെൻട്രൽ പോർഷനാണ് ഇരുന്നത്. അപ്പോൾ സെൻട്രലിൽ ഇരുന്നിട്ട് ഈ ഒരു ഗ്യാപ്പിലൂടെ ഫ്രണ്ടിലേക്ക് പോയി അടിച്ചു. ഡാഷ്ബോർഡ് പോയി അടിക്കുകയാണ് ചെയ്തത്. ലിബിൻ പോയി ഉണ്ടായ ഒരു സ്പോട്ട്. ഈ ഡാഷ്ബോർഡ് മിക്കവാറും ലിബിൻ പോയി ഇടിച്ചിട്ടായിരിക്കും ഈ ഡാഷ്ബോർഡ് പൊട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ അതിൻ്റെ ആ ഗിയർ ലിവറിലൊക്കെ പോയി ഇടിച്ചിട്ടാണ്, ആ ഒരു ഏരിയയിൽ പോയി ഇടിച്ചിട്ടാണ് ലിബിൻ്റെ കൈ പൊട്ടിയിട്ടുണ്ടാവുക. ഇവിടെ ഗ്ലാസ് ഫ്രണ്ട് പൊട്ടിയിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ബോണറ്റ് വന്ന് അടിച്ചിട്ടുണ്ടാവും ഗ്ലാസ്സിൽ ഏകദേശം, അല്ലേ? പീസ് വന്ന് എന്തോ ഒരു പീസ് വന്ന് അടിച്ചിട്ടുണ്ട്. ആ മൂലയ്ക്ക് കൂടി കാണുന്നുണ്ട്. അകത്തേക്കാണ്. അപ്പം പുറത്തുനിന്ന് വന്ന് എന്തോ ഒബ്ജക്റ്റ് അടിച്ചതാണ്. അപ്പൊ അകത്തേക്കാണ് ഇവിടെ പൊട്ടലുള്ളത്. ഷാർട്ടറായിട്ടുണ്ട്. പക്ഷെ അതിന് ഇപ്പുറത്തേക്ക് പില്ലറെല്ലാം സേഫാണ് കേട്ടോ. ഇതിനുള്ളിൽ നിന്നുള്ള ഇമ്പാക്റ്റ് ആണ്. ആ ഒരു ഇമ്പാക്റ്റ് പോലെയാണ് ഡാഷ്ബോർഡ് പൊട്ടിയിട്ടുള്ളത്. ഫ്രണ്ടിൽ നിന്നാണ് അവിടെ ഡാഷ്ബോർഡിൽ അടിച്ചിട്ടുണ്ട്. അതുപോലെ ലിബിനെ അടിച്ചിട്ടാണ് ഈ ഭാഗമെല്ലാം പൊട്ടിയത്. ബേക്കിൽ നിന്ന് ഈ ഒരു സ്ഥലത്തിരുന്ന ആൾക്കാരുടെ ഇമ്പാക്റ്റ് മൂലം ഫ്രണ്ട് ഡ്രൈവർ സീറ്റ് കൊളാപ്സ് ആയിട്ടുണ്ട്. അതുപോലെ കോ ഡ്രൈവർ സീറ്റും ഒരു അല്പം ചെരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം ബേക്കിലിരുന്ന ആൾക്കാരുടെ ഇമ്പാക്റ്റാണ്. എനിക്ക് തോന്നുന്നത് അപ്പനിരുന്ന ഏരിയ ആണിത്. അവിടെയാണ് ബ്ലഡ് കൂടുതൽ കാണുന്നത്. അപ്പൻ്റെ തല പൊട്ടി എവിടെയോ മുകളിൽ എവിടെയെങ്കിലും പോയി ഇടിച്ചിട്ടുണ്ടോ, ഈ കൈ പിടിക്കട്ടോ പോയി ഇടിച്ചിട്ട്, അല്ലെങ്കിൽ അതാ സീറ്റ് ബെൽറ്റിൻ്റെ ഏരിയയോ ഇവിടെ ഈ മൂലയ്ക്ക് ഇടിച്ചിട്ടുണ്ടാവും. അങ്ങനെ ആയിരിക്കും അപ്പൻ്റെ തല മുറിഞ്ഞിട്ടുണ്ടാവുക. അതിനുശേഷം പുറകോട്ട് വന്ന് ഇരുന്നപ്പോൾ ആയിരിക്കും ഇത്രയും ബ്ലഡ് വന്നിട്ടുണ്ടാവുക. എനിവേ അതാണ് സംഭവിച്ചതെന്ന് തോന്നുന്നു. ഒറ്റ ഗുണത്തിൽ ഞങ്ങൾ പുറത്തിട്ടിരുന്ന വേസ്റ്റ് എല്ലാം തിരിച്ച് ഞങ്ങളുടെ വണ്ടിക്കകത്തേക്ക് തിരിച്ചെടുത്തിട്ടുണ്ട്. സൈഡിൽ എനിക്ക് തോന്നുന്നു അവർ വണ്ടി ക്ലിയറിനായി ഉണ്ടായ വേസ്റ്റ് എല്ലാം തിരിച്ച് ഞങ്ങൾ വണ്ടിക്കകത്തേക്ക് പ്ലാസ്റ്റിക് കൂട് കാര്യങ്ങൾ കവറുകളെല്ലാം തിരിച്ച് വണ്ടിക്കകത്തേക്ക് തന്നെ വെച്ചിട്ടുണ്ട്. ഓട്ടോറിക്ഷയിലേക്ക് ലോഡ് ചെയ്യാതെ അപ്പോൾ ഇറക്കിയ സമയത്ത് എല്ലാം വലിച്ച് പുറത്തിട്ടിട്ട് ഓട്ടോറിക്ഷയ്ക്ക് ലോഡ് ചെയ്തത്. അപ്പോൾ അവിടെ മിച്ചം വന്നതായിരിക്കും. എന്തായാലും നമ്മുടെ വണ്ടി കാരണം ഒരു പൊല്യൂഷൻ ഉണ്ടാവാറില്ല. തിരിച്ച് നമ്മുടെ വണ്ടി എന്തായാലും ട്രാഷായി. അതുകൊണ്ട് അതിനകത്തോട്ട് തന്നെ വെച്ചു. അപ്പോൾ എന്തായാലും വണ്ടിയുടെ കാര്യം തീരുമാനമാകുന്നവരെ വണ്ടി കൊണ്ടുപോകുമ്പോൾ ബാക്കി ആ പീസും കൂടെ നമുക്ക് പ്രശ്നമില്ലല്ലോ. എല്ലാ ബാക്കി എന്തെങ്കിലും വെളുത്തുള്ളിയൊക്കെ ഡിഗ്രേഡ് ആയി പോകുന്നതാണ്. ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോവാണ്. പാത്രം പോലെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ, ഒരു ഉപയോഗിക്കുന്ന പാത്രം. ഞാൻ ഓർക്കുന്നുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ സ്വന്തം പാത്രം കൊണ്ട് ഇറങ്ങിയ അവന് പയ്യന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ഒരു പാത്രമാണ്. പാത്രം വരെ അവിടെ ഇരിപ്പുണ്ട്.
പിന്നെ ബ്ലഡൊക്കെ പറ്റിയ സാധനങ്ങൾ ഞങ്ങൾ എടുത്തിട്ടില്ല, കാരണം അവിടെ വെച്ചിട്ടുണ്ട് ശരിയാവില്ല. അപ്പം ബാറ്ററി വലിയ പ്രശ്നം കാണുന്നില്ല. നെഗറ്റീവ് ഫോൾസ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഒന്നെങ്കിൽ സേഫ്റ്റിക്ക് വേണ്ടി ആരെങ്കിലും റിമൂവ് ചെയ്തായിരിക്കും. ഞങ്ങൾ സ്ഥലത്തുനിന്ന് പോവാണ്. ഞങ്ങൾ ഉദ്ദേശിച്ച സാധനം കിട്ടി. ഇതാണ് ഈ ഒരു ഹോളിനൻ്റെ മൈക്കിൻ്റെ സ്പെയർ കിട്ടാൻ വേണ്ടിയാണ് വന്നത്. ആ കൂടെ ബോണസായിട്ട് ഞങ്ങൾക്ക് ഒരു സാറ്റ ഡിസ്കും കൂടെ കിട്ടി. സാറ്റ ഡ്രൈവാണിത്, അതും കൂടെ കിട്ടി. എനിവേ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ബാക്കി ഒന്ന് നോക്കി. പിന്നെ ചെരുപ്പ് അല്ലേ, ചെരുപ്പാണ്. ലിബിന് ചെരുപ്പ് നടക്കാൻ ചെരുപ്പില്ലായിരുന്നു. ഹോസ്പിറ്റലിൽ കൂടെ നടക്കാൻ വേണ്ടി ചെരുപ്പില്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. അതും ആണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിച്ചത്. ഞങ്ങൾ തിരിച്ചു പോകണം. ഫോർച്യൂണർ ഇവിടെ കിടപ്പുണ്ട്, രണ്ടും സൈഡാക്കിയിട്ടു. അത്യാവശ്യം വീതിയുണ്ട്, എന്നാലും ഈ പറഞ്ഞ പോലെ ഒരു ബ്ലൈൻഡ് സ്പോട്ടാണ് ഇവിടെ. നമ്മുടെ വണ്ടി കിടക്കുന്ന സ്ഥലത്തു നിന്നാണ് ശരിക്കും ആക്സിഡൻറ്റ് ഉണ്ടായത്. ഇവർ ഒരു പക്ഷേ സ്ലൈഡായി സ്ലിപ്പായി ഇങ്ങോട്ട് വന്നു. ഓപ്പോസിറ്റുള്ള വണ്ടിക്കാരൻ ചിലപ്പോൾ ലാസ്റ്റ് സെക്കൻഡിലായിരിക്കും കണ്ടിട്ടുണ്ടാവാം. ഇവിടെ എന്തായാലും ചവിട്ടിയ പാട് കാണാനുണ്ട്. ഇപ്പോഴും മാഞ്ഞു പോയിട്ടില്ല ആ പാട്. ഇവിടെ സ്ലിപ്പായി ഇവിടെ നിന്നാണ് ആക്സിഡൻറ്റ് ഉണ്ടായത്. നമ്മുടെ വണ്ടി കിടക്കുന്ന ഏകദേശം ആ സ്പോട്ടിൽ നിന്നാണ് ആക്സിഡൻറ്റ്. എന്തായാലും സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചു. ഇവിടെയുള്ള ആൾക്കാരെല്ലാം ഭയങ്കര സഹകരണമായിരുന്നു. എന്തായാലും നല്ലൊരു നാടാണ്. അതുകൊണ്ട് നമ്മുടെ വലിയ കാലതാമസമൊന്നും ഇല്ലാതെ നമ്മുടെ പിള്ളേർ ആശുപത്രിയിൽ സേഫായിട്ട് എത്തി. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അല്പം പെയിനും കാര്യങ്ങളുണ്ട്, ശരീരവേദന ഉണ്ടെന്നല്ലാതെ വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് തിരിച്ചു പോയാൽ നമ്മൾ ആ കൂടി എടുത്ത സാധനങ്ങൾ ഇതാണ്. കൊച്ചിൻ്റെ സ്നാഗി വെളുത്തുള്ളി വാങ്ങിച്ചു വെച്ചാണ്. കൊച്ചിൻ്റെ 2 പാത്രങ്ങൾ, ഈ ചെരുപ്പ്, ഈ മാതാവിൻ്റെ രൂപം, ഇതായിപ്പം ഈ ഒരു പിന്നെ ഫിലിപ്സിൻ്റെ സാറ്റ ഡ്രൈവ്, പിന്നെ ഈ ഹോളി ലാൻഡിൻ്റെ മൈക്കിൻ്റെ ആക്സസറി, പിന്നെ ഈ ഒരു കോയിൻ അവിടെ കണ്ടു, അതും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഏത് കോയിനാണെന്ന് മനസ്സിലാകുന്നില്ല. ഒരു 10 എന്നുള്ള മാർക്കിങ് മാത്രം കാണുന്നു, ബാക്കി വായിക്കാൻ പറ്റുന്നില്ല. ഏതോ വിദേശ രാജ്യത്തെ കോയിൻ തന്നെയാണ് അല്ലേ. നമ്മൾ വീണ്ടും തിരിച്ചു പോവാണ്. ഏകദേശം ഒരു 15 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. 18 കിലോമീറ്റർ കറക്റ്റ് ഇവിടുന്ന് ഈ സ്പോട്ടിൽ നിന്ന് ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു പോകണം. അപ്പോൾ ഈ ഒരു സാധനം ഹോളി ലൈനിൻ്റെ മൈക്കിൻ്റെ അഡാപ്റ്ററാണ് ഞങ്ങൾ വന്നതിൻ്റെ ഉദ്ദേശം. ഈ ഒരു സാധനം എടുക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ ചെരുപ്പും അതിൻ്റെ കൂടെ നമുക്ക് ബോണസായിട്ട് കുറേ സാധനങ്ങൾ കിട്ടി. ഇത് സൂക്ഷിച്ച് വെക്കണം. ഇത് ഫൈനലി അപ്പനെ റൂമിൽ കൊണ്ടുവന്നു. സാറും എബിൻ ചേട്ടനും തിരിച്ചു വന്നു. അപ്പൻ്റെ മുഖത്ത്, അതായത് തലയുടെ മേളിൽ നല്ലൊരു സ്റ്റിച്ചുണ്ട് കേട്ടോ. ഏതാണ്ട് 12 സ്റ്റിച്ചുണ്ട് തലയുടെ മേളിൽ. ഈ കാണുന്ന ഇവിടെ ഇതുണ്ട്. ഇവിടെ എത്ര ഉണ്ട് പപ്പ? 16. പപ്പേനെ ഇപ്പോഴാണ് റൂമിലേക്ക് മാറ്റി. പപ്പ ഇത്ര നേരം ICUയിൽ ഒബ്സർവേഷനിലായിരുന്നു. പിന്നെ പപ്പയുടെ പെഡലിയുടെ ബേക്കിലാണ് പറ്റിയത്. അതെന്നാണ് സാറേ? പുറവശത്താണ്. അപ്പോൾ ഫ്രണ്ടിലേക്ക് അടി മുഴുവൻ വന്നേക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ അടിച്ച് തിരിച്ചു പോയപ്പോൾ കഴുത്ത് ഇടറി പോയത്. അവിടെ ബ്ലഡ് കണ്ടേ? അപ്പൻ്റെ ഇരുന്ന് സീറ്റ് നിറച്ച് ബ്ലഡാണ്. കയ്യേലുണ്ട് കേട്ടോ. കയ്യേലതിൻ്റെ ബാക്കിയുണ്ട്. ഒരു കഴിവ് ക്ലീനാക്കുകയൊക്കെ ചെയ്തെങ്കിലും അവിടെ ഇവിടെയൊക്കെ ഉണങ്ങി പിടിച്ചത് കുറച്ച് മിച്ചമുണ്ട്. ഓ, അത് കയ്യിലുണ്ടല്ലേ. പപ്പയുടെ നെറ്റിന്ന് ഒഴുകിയതാണോ പപ്പ? നെറ്റി സീറ്റ് ബെൽറ്റിൻ്റെ ആ ഒരു കണക്ഷൻ ഇല്ലേ മുകളിൽ ബി പില്ലറിൽ, അതിനിട്ട് പോയി അടിച്ചതാണെന്ന് തോന്നുന്നു. അതിൻ്റെ ആ ഭാഗമെല്ലാം പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ സീറ്റ് പില്ലർ ആ ഒരു സീറ്റ് ബെൽറ്റിൻ്റെ ആ ഭാഗം തുറന്നു നിൽപ്പുണ്ട്. അപ്പോൾ അവിടെ ആ ഒരു മെറ്റൽ പാർട്ടല്ലേ ശരിക്കും പൊളന്നു പോകും. ഇങ്ങനെ ഇടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സ്ലിപ്പായി അത്രയും ഭാഗം അല്ലേ, ഇത്രയും ഭാഗം ഇങ്ങനെ കീറിപ്പോയി. അതാണ് സാധ്യത. ഏറ്റവും കൂടുതൽ പറ്റിയത് ലിപിക്കാൻ വേദന. ഇവർക്ക് രണ്ടുപേർക്ക് മുമ്പിലത്തെ സീറ്റിന്റെ AC ഡാഷ്ബോർഡ് അതൊക്കെ പൊട്ടി ലിബിന്റെ അടിയിൽ. ലിബിയ അല്ല, അകത്തുനിന്നുള്ള ഇമ്പാക്റ്റ് ആണ് അത് മുഴുവൻ, പുറത്തുനിന്നല്ല. അപ്പം ലിബി പോയി അത് അടിച്ച് വീണിട്ടാണ് സെൻട്രൽ കൺസോള്, AC ആ വെന്റിന്റെ ഭാഗം, ഗിയർ കൺസോള് ആ ഭാഗമൊക്കെ സ്പേസ് ഉള്ളത് കൊണ്ടാണ്. ലിബിയുടെ കൈ പോയി ഇടിച്ച്, ലിബി ഇടിച്ച് തിരിച്ച് പുറകോട്ട് തെറിച്ചു. എല്ലാവർക്കും സംഭവിച്ചത് ഇടിച്ചിട്ട്. പപ്പ ലിബി കൈ ഒടിഞ്ഞ് തൂങ്ങി കണ്ടപ്പോഴാണോ ബോധം പോയത്? ലിബിയുടെ കൈ ഒടിച്ച് തൂങ്ങി പോയപ്പോൾ അപ്പൻ്റെ ബോധം പോയിട്ടോ. അതുവരെ അപ്പനിങ്ങനെ പിടിക്കുന്നതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷെ വണ്ടിക്ക് ഇത്രയും പറ്റിയെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. സാറ് പോയി വണ്ടിയുടെ ആ ഇടിയുടെ ഇമ്പാക്ട് ഏപ്പിലർ വരെ എത്തിയിട്ടില്ല, ഉള്ളിൽ വന്നിട്ടില്ല. ആ എന്നാ പറയുക, അതിന്റെ ഷോക്കില്ലേ, ഇടിച്ചിട്ട് നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് മുമ്പോട്ട് പോകുമല്ലോ. നിങ്ങൾ രണ്ടുപേരും സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് മുമ്പോട്ട് പോയില്ല. പുറയിലുള്ളവർ സീറ്റ് ബെൽറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇടാത്തതുകൊണ്ടും എന്ത് ചെയ്തു, ഫ്രണ്ടിലത്തെ സീറ്റിലേക്ക് വന്ന് അടിച്ചു. അപ്പം രണ്ടുപേർക്ക്, അപ്പനും
ഫ്രണ്ടിലത്തെ സീറ്റിലേക്ക് വന്ന് അടിച്ചു. സീറ്റിനകത്ത് വന്ന് അടിച്ചപ്പോൾ സീറ്റ് ബെൽറ്റിൻ്റെ ആ കോർണർ കൂട്ടി ഇടിച്ചു. അങ്ങനെ തലം പൊടിഞ്ഞു. ആ സൈഡാണ് ഇരുന്നത്. അപ്പോൾ അഭിരാമിയുടെ പുറകിലായിട്ട് ഇരുന്നത്. അപ്പോൾ അവിടെ സീറ്റ് ബെൽറ്റിൻ്റെ കോർണർ ഇടിച്ച് തല മുറിഞ്ഞു. തിരിച്ച് പുറകോട്ട് പോയപ്പോൾ കഴുത്തിന് ഇഞ്ചുറി പറ്റി. അപ്പോൾ അങ്ങനെയാണ് 2 പരിക്ക് വന്നത്. അപ്പോൾ തിരിച്ച് പോയി അവിടെ ഇരുന്ന് അവിടെ മുഴുവൻ ബ്ലഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതേസമയം അമ്മയ്ക്ക് ഹെബിയുടെ സീറ്റിന്റെ പുറകെ നേരെ ഇടിക്കുക ചെയ്തത്. ഇടിച്ചിട്ട് പല്ലിനാണ് അടിച്ചത്, മുഖമാണ് ഇടിച്ചത്, നേരെ സീറ്റിന്റെ പുറകിലാണ് അടിച്ചത്. എവിടെ സീറ്റ് ഇങ്ങനെ ഈ പിടിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ആ സൈഡ് ചെരിഞ്ഞിരിക്കുള്ളൂ, അത് അങ്ങോട്ട് പോയി ഇടിച്ചു. ആ സൈഡ് കൂട്ടി പില്ലർ കൂട്ടി ഇടിച്ചു, ആ ബി പില്ലർ കൂട്ടി ഇടിച്ചു. അതാണ് സംഭവിച്ചത്. എത്രയും കീറാൻ കാരണം. അപ്പം ആ സീറ്റ് കൂട്ടി ഇടിച്ചു, അമ്മ സീറ്റ് കൂട്ടി ഇടിച്ചു, മുഖമാണ് ഇടിച്ചത്. ഫ്രണ്ടിൽ പോയി വന്നല്ലേ, സീറ്റിലൊന്നും ഇല്ല, അതിന് ഗ്യാപ്പ്, നല്ല ഗ്യാപ്പ് ഉണ്ട്, വലിയ വണ്ടിയല്ലേ. അപ്പൊ ശരിക്കും പറഞ്ഞ ഒരു സീറ്റിന്റെ ഗ്യാപ്പ് അതിന് നടക്കും. ആ ഗ്യാപ്പിൽ പോയി ഫ്രണ്ടിൽ അടിച്ചിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ആ അടിക്ക് കൈ ഒടിക്കും. എന്നിട്ട് അവൻ തിരിച്ച് പുറകിലേക്ക് വന്ന് വീഴായത്. അപ്പോൾ ശരിക്കും ആ ഏരിയ ഫുള്ള് ലിബിയുടെ ദേഹം അടിച്ച് പൊളിഞ്ഞു പോയി. അഭിരാമിയുടെ ഫ്രണ്ട് കാലം കണ്ട് അടിച്ചിട്ട് ഡാഷ്ബോർഡും മുകളിലേക്ക് പൊന്തി പോയിട്ടുണ്ട്. ഇടിച്ചിട്ട് നിങ്ങൾ മുകളിലോട്ട് തോന്നില്ലോ, കാര്യമായിട്ട് തട്ടിയിട്ടില്ല. കാലിടിച്ചിട്ട് അഭിരാമിയുടെ കാലിന്റെ മുട്ട് പൊളിഞ്ഞിട്ടില്ല, അത് ആ ഡാഷ്ബോർഡിലേക്ക് വന്ന് ഇടിച്ച എല്ലാവരും മുകളിലേക്ക് ഒരു പൊന്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആ ഡാഷ്ബോർഡിൽ വന്ന് സാധനങ്ങളൊക്കെ കലങ്ങി പോകുന്നില്ല സാറേ, എല്ലാം എടുത്തിട്ട് മുകളിലേക്ക് എടുത്തിട്ട് അടിക്കുകയായിരുന്നു ലഗേജ് എല്ലാം. അങ്ങനെ അപ്പൊ ഉള്ളിയും സാധനങ്ങളൊക്കെ ചതഞ്ഞു പോയത് അപ്പൊ എല്ലാം പോയി, അതിൻ്റെ അകത്തൊന്നുമില്ല. ഞാൻ എടുക്കാൻ പറ്റുന്ന ഉള്ളിയൊക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. വണ്ടി ഞങ്ങള് പിന്നെ പണിതെടുക്കണ്ട, വണ്ടി തൂക്കി വിറ്റാക്കാന്നുള്ള തീരുമാനത്തിലാണ്. കാരണം പണിയാണെങ്കിൽ അത്യാവശ്യം നല്ല പൈസ ചിലവാകും. പിന്നെ വേറെ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല, പിന്നെ അതിൻ്റെ പുറകെ നിൽക്കേണ്ടി വരും. അപ്പം അങ്ങനെയൊക്കെ കുറച്ച് സംഭവങ്ങളുണ്ട് അല്ലേ സാറേ? ശരിക്കും നല്ലൊരു ഇമ്പാക്റ്റാണ് അത്. പണിയെടുത്തെടുക്കണേലും നമുക്ക് ആ ചേസൊക്കെ ബെൻഡായിട്ടുണ്ടാവും. നമുക്ക് അതിനെ റിലേബിൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അത്രയും ഇതുപോലെ യാത്രയ്ക്ക് ഫാമിലി ആയിട്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കുമ്പോൾ എത്രമാത്രം റിലേബിൾ അത് പറയാൻ പറ്റില്ല. കാരണം ആ സ്റ്റെബിലിറ്റി സ്റ്റെബിലിറ്റി നഷ്ടമാണ്. കാരണം വെച്ചാൽ നല്ല അടിയുണ്ട്. അടി ഉണ്ടാച്ചാൽ പറ്റിയ ഫേസ് ടു ഫേസ് അല്ല, നമ്മുടെ വണ്ടിയുടെ മുകളിലാണ് വണ്ടി കയറി. എഞ്ചിൻ മോളിൽ താഴേക്ക് വന്നതാ. ഫേസ് ടു ഫേസ് ചേസിന് ഇടിപോട്ടില്ല, റേഡിയേറ്ററിന്റെ അവിടെ നിന്ന് അങ്ങനെയാണ് വന്നത്. എഞ്ചിൻ താഴേക്ക് ഇരുന്ന് പോയത്, താഴേക്ക് ഇരിക്കുകയത്, എഞ്ചിന് മുകളിൽ കയറി വണ്ടി. അതല്ലേ സാറേ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഈ കോഴിയുടെ മേലോട്ട് എന്ന് പറഞ്ഞ പോലെ വണ്ടി വന്നിരുന്നു. അപ്പൊ ഞാൻ ഒറ്റ കാറിൽ എനിക്കെന്നാലും ഒന്നും പറ്റിയില്ല. ഞാൻ വിചാരിച്ച ലിബിന്റെ കൈ ഒടിഞ്ഞ് പോയോ, എന്റെ കൈ ഒടിഞ്ഞു പോയേന്ന് പറഞ്ഞു. ലിബി അപ്പം തന്നെ പറഞ്ഞു സാറേ, എന്റെ കൈ ഒടിഞ്ഞ് തൂങ്ങിപ്പോയപ്പോഴാണ് എന്റെ രക്തം വന്നപ്പോ ഞാൻ ഒത്തിപ്പിടിച്ചു. ലിബിന്റെ അടി കാരണം ആ സെന്ററിലെ ആ എ സി വരുന്ന കൺസോൾ ഇല്ലേ, അത് പൊട്ടിപ്പോയി. അങ്ങോട്ടേക്ക് വേറൊരു അടി വരൂല, കാരണം ലിബിന്റെ അടി മാത്രമേ വരുള്ളൂ. അത് പൊട്ടിയിട്ടാണ് ലിബിന്റെ കൈ ഒടിഞ്ഞു പോയത്. അവനെവിടെയാ? റൂമിൽ വന്നു, ഓരോരുത്തർ ഓരോ റൂമിലുണ്ട്. ഞങ്ങൾ ഓരോ സ്ഥലത്ത് പോട്ടോ കേട്ടോ. എനിക്ക് മാത്രമേ ഉള്ളൂ നടക്കാൻ പറ്റുന്ന ഇതിൻ്റെ അകത്ത്. അഭിരാമിക്കും അത്ര സേഫ് ആയിട്ട് നടപ്പല്ല. ഏത് സമയവും അത് മരച്ചാണ്. ഇപ്പം ഡോക്ടർ വന്നായിരുന്നു. അത് അടി കിട്ടിയതിൻ്റെ ആഘാതത്തിൽ മരച്ചു പോയതാന്ന് കേട്ടോ പറഞ്ഞത്. പപ്പ ഇപ്പം 37 ഇവിടെ 37, 35, 36. നമ്മൾ എത്ര റൂം എടുത്താക്കുന്നത്? 5 റൂം. എല്ലാവരും ഓരോ റൂമിലാട്ടോ. 36 നമ്മളല്ലേ? 37, 36, 35. മൈക്കിൾ എന്തിയേ? അഭിരാമി ഉറങ്ങി കേട്ടോ. മമ്മി ഇവിടെ ഉണ്ട് കേട്ടോ. മൈക്കിളെ ഗുസ്തിയാണോ? അതാണ് ലക്ഷ്യം. അഭിരാമി കൂർക്കം വിളിച്ചുറങ്ങും കേട്ടോ. കാരണം അഭിരാമി ഇന്നലെ ഒന്നും ഉറങ്ങിയിട്ടില്ല. അപ്പൊ ഇന്നാണ് അവൾ ഉറങ്ങുന്നത്. അവളുടെ കാലിടിച്ചാലേ അത് പൊട്ടിയേ. അങ്ങനെയാണ് കാലിന്റെ മുട്ടിലെ തൊലിയെല്ലാം പോയത്. ആ ഡാഷ്ബോർഡിലായിട്ട് മുകളിലേക്ക് പൊന്തി കാലിടിച്ചു. പക്ഷെ കൊച്ചിനെ അതുകൊണ്ട് മുട്ട പിടിച്ചുകൊണ്ട് ഗ്ലോ ബോക്സ് പൊട്ടിയിട്ടുണ്ട്. മുകളിലേക്ക് അതൊക്കെ പൊട്ടി മുകളിലേക്ക് ഇടികിട്ടി പൊട്ടി പോലെയുള്ള. അപ്പൊ എല്ലാവരും മുകളിലേക്ക് ഒരു പൊന്തിയിട്ടുണ്ട്. സീറ്റ് ബെൽറ്റ് ഇട്ടെങ്കിലും നേരത്തെ തന്നെ ഉറങ്ങിയാ സാറേ. സീറ്റൊക്കെ അങ്ങനെ നിങ്ങളുടെ 2 സീറ്റ് അഭിരാമിയുടെ സീറ്റും പറഞ്ഞിട്ടുണ്ട്. എന്റെ ഇവിടെ അടി കിട്ടിയത് അമ്മയുടെ അവിടുത്തെ അടിയാ. ഇവിടെ മൂലയ്ക്ക് വന്നിട്ട് അടിച്ചിട്ട് ഇങ്ങനെ ഒതുങ്ങി. ഇവരെ ആപ്പിൾ എടുത്ത് 2 പേര്, അമ്മ ആപ്പിൾ എടുത്ത് അപ്പനും ലിബി ആപ്പിൾ എടുത്ത് അപ്പനും അമ്മയ്ക്കും കൊടുത്തു. 2 പേര് 5 മിനിറ്റ് മിണ്ടായിരിക്കട്ടെ എന്ന് ഓർത്ത്.
അങ്ങനെ സംഭവം ഇവർ ആപ്പിൾ കടിച്ചത് മാത്രമേ ഓർമ്മയില്ല കേട്ടോ. ഞാൻ നേരെ പുറത്തിറങ്ങുമ്പോൾ നേരെ ലിബിയുടെ അടുത്തോട്ട് പോകാം കേട്ടോ. എല്ലാം അടുത്തടുത്താണ്. ഹോസ്പിറ്റാലിറ്റി സംഭവമൊക്കെ അടിപൊളിയാണ് കേട്ടോ. വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ ചേട്ടാ? ഇവിടെ ഹോസ്പിറ്റാലിറ്റി ഒക്കെ അടിപൊളിയാണ്. വലിയ വലിയ എന്താ പറയുക, നമ്മളെ അധികാരത്തോടുകൂടി പറഞ്ഞ് ഭീഷണിപ്പെടുന്ന പരിപാടിയൊന്നുമില്ല. എല്ലാം ചിരിച്ചുകൊണ്ട് നല്ല ഹോസ്പിറ്റാലിറ്റി ഉണ്ട്. അത് ലിബി ഈ കാണുന്ന 2 റൂമും നമ്മുടെ കേട്ടോ. ലിബിക്ക് എണീറ്റ് നടക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ലിബിന് എണീറ്റ് നടക്കണം. പിന്നെ നമ്മൾ പതിവായി ആശുപത്രി വന്നു കഴിഞ്ഞാൽ അപ്പുറത്തോട്ട് ഇപ്പുറത്തൊക്കെ എല്ലാവരുമായിട്ട് സംസാരിച്ച് വിശേഷം ചേട്ടനായിട്ടൊക്കെ ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കാം. പാലക്കാട് അല്ലേ? ഗൈസ് നോക്കൂ, ഇതാണ് ലിബിയുടെ റൂം. സാറ് കപ്പ തിന്നു കേട്ടോ. നല്ല കപ്പയാണോ? ഞാനേ എന്റെ സാധനം നോക്കിയാ ഈ ഹോസ്പിറ്റലിന്റെ പേരെന്താ? കിംസ് അൽഷിവ. ഇവിടുത്തെ നേഴ്സുമാര്, ഇവിടുത്തെ എല്ലാം അല്ല ഡോക്ടർമാര്, ഇങ്ങനത്തെ ഒരു ഹോസ്പിറ്റൽ ഞാൻ കണ്ടിട്ടില്ല. ഇവനെ നമുക്ക് വയ്യെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് അത് അവർ ചെയ്തു തരും. പണ്ട് ഞാൻ നമ്മുടെ അവിടെ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ചേച്ചിന്ന് വിളിച്ച അവസ്ഥ അറിയാലോ എനിക്ക്. ഇവിടെ എന്നൊക്കെ പറഞ്ഞ എന്ത് സഹായം ചെയ്യുന്നറിയാം. നമുക്ക് പറ്റൂലെന്ന് പറഞ്ഞ് നമുക്ക് ഇപ്പൊ കൈക്ക് മേല. അപ്പൊ അവർക്ക് എന്താണ് ആവശ്യമുള്ളത് അത് നമുക്ക് ഈ ഹോസ്പിറ്റലിൽ വേദന, ഈ സാധനം വേദനയാന്ന് പറഞ്ഞു. അന്നമ്മടെ രാവിലെ തന്നെ മാറ്റിയിട്ട് വേറെ സാധനം ചെയ്തു തന്നു. വേറെ ഹോസ്പിറ്റലാണ് അവിടെ കിടക്കട്ടെ വെയിറ്റ് ചെയ്ത് തരാം. അങ്ങോട്ട് പോലെ ഇങ്ങോട്ട് പോലെ അങ്ങനെ ഡോക്ടർമാരായിക്കോട്ടെ അതിനേക്കാളും നല്ല. നീ ഒരു സത്യം അറിഞ്ഞോ? കസാക്കിസ്ഥാനിൽ വെച്ച് ഞങ്ങളൊരു ഫാമിലീനെ പരിചയപ്പെടുത്തിയായിരുന്നു. ഞങ്ങൾ കോൺസായിലേക്ക് പോയപ്പോൾ അവിടെ വെച്ച് കണ്ട ഡോക്ടർ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ആ ഡോക്ടറെ ഞങ്ങളെ കാണാൻ വേണ്ടി വന്നായിരുന്നു. കുറേ സബ്സ്ക്രൈബേഴ്സും കുറേ ആൾക്കാരും നമ്മളെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. എല്ലാവരും ഒരുപാട് നന്ദി. അപ്പം ലിബിയുടെ കൈയുടെ കേസ് നാളെ അറിയാം. നാളെ ഡോക്ടറിനെ കണ്ടിട്ടാണ് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഞാന് ഉച്ചക്ക് ലിബിയുടെ അവസ്ഥ ശരിക്കും ആ ഡ്രിപ്പ് കയറ്റി തീരുന്നവരെ ഇപ്പൊ സമയം 5 മണി. സമയമുണ്ട്. 7 മണിയാകുമ്പോൾ ഇനിയും തുടങ്ങും. അടുത്തത് എടുക്കണം. ഇതെങ്ങനെയാണെന്നറിയോ? ഇവന്റെ ഇതിന്റെ അന്ന് ഒരു പിന്നെ എന്നാ പറയുന്നത് അഴുക്ക് ബ്ലഡ് ഇത് കണ്ടോ ഇതിന്റെ അകത്ത് ഇങ്ങനെ സ്റ്റോർ. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇത്രയും കട്ട് ചെയ്ത് ഉള്ളി കയറ്റി ഉള്ളി കയറിയിട്ട് ആ മറ്റേ എല്ലില്ലേ എല്ല് ജോയിന്റ് ആക്കി ഇട്ടാക്കുക. കമ്പി ഇട്ടേക്കുന്നത് നമ്മുടെ ഭാഗ്യവിനെ ഈ കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല ഇത് ഇടുന്ന ഡോക്ടറാന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലിന്റെ ഏറ്റവും നല്ല ഡോക്ടറാണ്. പിന്നെ വേറൊരു കേസ് ഞാൻ പറയാൻ പറഞ്ഞു കേട്ടോ. ആ വണ്ടി അല്ലാതെ അതിന്റെ സ്ഥാനത്ത് വേറൊരു വണ്ടി ആയിരുന്നെങ്കിൽ നിങ്ങൾ ആലോചിക്കണം. 1,20,000 രൂപയ്ക്ക് മേടിച്ച 1,30,000 രൂപയ്ക്ക് മേടിച്ച വണ്ടിയാണ്. ആ വണ്ടി താങ്ങലല്ല സാറേ. നല്ല രീതി അടി താങ്ങിയില്ലേ? അത് മേലിൽ എടുത്തടിക്കുക ചെയ്തേ. മീൻസ് നമ്മൾ അടിയിൽ ഇങ്ങനെ കോഴി എന്ന് പിന്നെ എന്നാ പറയാ പുലിയുടെ മേളിൽ ചെന്ന് കയറുന്നത്. നമ്മള് തെന്നിപ്പോയി ചവിട്ടി നിർത്തിയിട്ട വണ്ടിക്കിട്ടാണ് മറ്റേ വന്നിട്ട് അവരൊന്നും പറഞ്ഞിട്ടില്ല. അവർക്കും ചവിട്ടിട്ട് കിട്ടിയില്ല. ആ വണ്ടി ചവിട്ടിട്ട് കിട്ടാത്ത വണ്ടി അടിച്ചു കയറിയിട്ട് നമ്മുടെ വണ്ടിക്ക് ലേശം പ്രശ്നമല്ലേ പറ്റുള്ളൂ. പാവങ്ങളാട്ടോ. അവരും വന്ന് ഇവിടെ ഇന്നലെ വന്ന് ഇവിടെ ഇരുന്നു. പാവൊരു മനുഷ്യൻ ഗൾഫിൽ നിന്ന് വന്നതാ അല്ലേ? പാവൊരു മനുഷ്യൻ കേട്ടോ. പുള്ളി സംസാരിച്ചു എല്ലാവർക്കും എങ്ങനെയുണ്ട്. അപ്പം ഞാൻ ചേട്ടൻ്റെ കയ്യിലൊക്കെ മുറിവൊക്കെ ഉണ്ട്. അവരൊറ്റ ആളുണ്ടായിരുന്നല്ലോ കേട്ടോ. കഷ്ടം തോന്നി എനിക്ക് സത്യം പറഞ്ഞാൽ. എന്നെ നമ്മൾ മനസ്സാവാതെ അറിഞ്ഞല്ലോ, അറിയാതെ സംഭവിക്കുന്നതല്ലോ. ഫൈനലി ലിബി ഇവിടെ ഇരിക്കുവാണ്. ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പം ഫുഡൊക്കെ ഇവിടെ വരും, നമുക്ക് ഓർഡർ ചെയ്യാം. പിന്നെ ക്യാൻറ്റീൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. നാളെ ചിലപ്പോൾ ഞങ്ങൾക്ക് പോകാൻ പറ്റിയേക്കാം, അറിയില്ല, നാളെ അറിയത്തുള്ളൂ. എന്തായാലും ഇത്രയും കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കണം. എനിക്ക് ഒട്ടും വയ്യ. ഒരു ഇഞ്ചക്ഷൻ മേടിക്കണം കേട്ടോ. പോയിട്ട് ഡോക്ടറിനെ കാണാൻ വേണ്ടി വന്നായിരുന്നു. ഞാൻ പോയി കണ്ടു. ഇല്ല, ചോദിച്ചിട്ടുണ്ട്. ലിവിന്റെ കയ്യിൽ ഞരമ്പ് കിട്ടാതെ കുത്തിയപ്പോ എന്റെ അമ്മോ ഈ സാധനം ഉണ്ടല്ലോ സഹിക്കാൻ പറ്റൂല കേട്ടോ. അതിലും കാര്യം പറയാണ്ട് ഇതൊക്കെ ഇവിടെ ഞരമ്പ് പിടിച്ചിട്ടോ ഞരമ്പിട്ട് കുത്തുവോ ഒരു പ്രതീക്ഷ ഇല്ലാതെ ഹോസ്പിറ്റലല്ലടാ.